തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ സിപിഐഎം പ്രവർത്തകർക്ക് ഉപദേശവുമായി ജനറൽ സെക്രട്ടറി എം.എ. ബേബി. വോട്ടർ സ്ലിപ്പ് കൊടുക്കാനും ദേശാഭിമാനി പത്രം ചേർക്കാനും മാത്രമാവരുത് ജനങ്ങളുടെ വീടുകളിലേക്ക് ചെല്ലുന്നത്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് പാർട്ടിയുടെ കരുത്ത്. ജനങ്ങളെ വിട്ടിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മറന്നുപോയിട്ട് നമുക്ക് യാതൊന്നും നേടാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ ഒന്നാമത്തെ കടമ പാർട്ടി ഓഫീസിൽ നിന്നും ഇറങ്ങി ജനമധ്യത്തിലേക്ക് ചെല്ലുക എന്നതാണ്. ജനങ്ങൾക്കിടയിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നതാണ്. ജനങ്ങളുമായി ജൈവബന്ധം, ജീവനുള്ള ബന്ധം നിരന്തരം കാത്തുസൂക്ഷിച്ചാൽ മാത്രമേ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം ഉറപ്പിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് 75 സീറ്റുകളിൽ മത്സരിക്കാൻ CPM തീരുമാനിച്ചു. കോർപ്പറേഷനിൽ 3 പാർട്ടി ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കും. CPM ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. CPM ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഏരിയ സെക്രട്ടറിമാരെ മത്സര രംഗത്ത് ഇറക്കാൻ തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPM-ൽ ധാരണയായിട്ടുള്ളത്. പരിചയ സമ്പത്തിനും യുവത്വത്തിനും പ്രാധാന്യം നൽകുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനാണ് CPM-ൽ ധാരണയായിട്ടുള്ളത്. മേയർ സ്ഥാനത്തേക്ക് RP ശിവജി, K ശ്രീകുമാർ എന്നിവരെ പരിഗണിക്കുമെന്നാണ് സൂചന. K ശ്രീകുമാർ നേരത്തെ മേയർ പദവി വഹിച്ചിട്ടുള്ളയാളാണ്. കടുത്ത മത്സരത്തിൽ കോൺഗ്രസും BJPയും മുന്നേറിയ സാഹചര്യത്തിൽ ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ CPM നേതൃയോഗം തീരുമാനിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ 75 സീറ്റുകളിൽ CPM ജനവിധി തേടുമ്പോൾ CPIക്ക് 17 സീറ്റുകൾ നൽകാനാണ് മുന്നണി തലത്തിൽ ധാരണയായിട്ടുള്ളത്. സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 3-4 സീറ്റുകളിൽ മാത്രമാണ് ചർച്ചകൾ നടക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് 3 സീറ്റും കേരള കോൺഗ്രസ് ബിക്ക് 1 സീറ്റും നൽകും. RJDക്ക് 1 സീറ്റും നൽകിയേക്കും എന്നാണ് സൂചന.